നിന്റെ മമ്മി എതിർത്താ പോലും അനിയൻ സാർ ഇത് നടത്തി തരും. അല്ലാതെ നവീനെയും കൃഷ്ണയും വേർപെടുത്താൻ ഈ ജന്മത്തില് നിനക്ക് പറ്റില്ല. നവീനെ നിനക്ക് കിട്ടില്ല. എടി, ഇനി ആർക്കെങ്കിലും അസൂയ കയറുന്നെങ്കിൽ ആ അസൂയ കയറി അവന്മാരങ്ങ് ചാവട്ടെ. അല്ല പിന്നെ ആ കാലം നീട്ടി. വേണ്ട നവീൻ. അതെ, എത്രയും പെട്ടെന്ന് കാലിലിട്ട് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം. അതല്ല സമയം എടുക്കാനാണ് ഭാവമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി, പെട്ടെന്നാവട്ടെ. എന്നാ അങ്ങോട്ടിരിക്കും കാലം നീട്ട്. ഈ നഗ്നമായ കാലുകളിൽ കൊലിസണിയുമ്പോ ഒരു ത്രില്ലില്ലേ, അതൊരു സുഖം. എന്തൊക്കെ നവീനി പറയുന്നേ? എനിക്ക് പറയാൻ തോന്നുന്നൊക്കെ ഞാൻ പറയും, ചെയ്യാൻ തോന്നുന്നൊക്കെ ചെയ്യും. കാരണം ഞാനിപ്പോൾ അത്രയും സന്തോഷത്തിലാണ്. പറഞ്ഞു പഴകിയൊരു കാര്യമാണ്. എന്നാലും ഇപ്പോഴത്തെ സിറ്റുവേഷന് ചേരുന്നോണ്ട് ഞാൻ പറഞ്ഞോട്ടെ. എന്താ? ഈ 2 കൊലുസും അവിടെ അലമാരയിൽ തൂങ്ങിക്കിടന്നപ്പോ സത്യം പറഞ്ഞ ഇതിന് എത്ര ഭംഗിയുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഭാഗ്യവാന്മാരാടാ രണ്ടാളും. അല്ലെങ്കിലേ എന്റെ ഗാഥയുടെ കാലിൽ വന്ന് കേറില്ലായിരുന്നല്ലോ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷെ ഒരു കുഴപ്പം പറ്റി. ഇനി എന്താ? ഇതിപ്പോ ഞാൻ തന്നെ കാലിൽ കൊലുസിടുന്നത് ആരും കണ്ടില്ലല്ലോ. ആരെങ്കിലും കുറച്ചുപേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. എന്റെ പ്രാർത്ഥന കൊണ്ടാ ആരും കാണാതിരുന്നത്. എനിക്ക് ഇത്തിരി നാണക്കേടുണ്ട് നവീൻ ഇങ്ങനെ ഇരുത്താൻ. വാ, വന്ന് വണ്ടി കയറ്. അതെ, ഇനി നേരെ നമ്മൾ വീട്ടിലേക്കാ. തന്നെ വീട്ടിലാക്കുന്നു. എന്നിട്ട് എനിക്കൊരു അർജന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്, ഒരു 1.5 hours. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇത്രയും അർജന്റ് മീറ്റിംഗ് ആയിരുന്നെങ്കിൽ നേരത്തെ അങ്ങോട്ട് പോവായിരുന്നില്ലേ? അതൊക്കെ ഈ ബിസിനസിന്റെ ചിന്തകൾ മാത്രമായിട്ട് നടക്കുന്ന ചില അരസകന്മാർക്ക് പറഞ്ഞിട്ടുള്ള. ഭാര്യയുടെ കൂടെ നടക്കുമ്പോഴേ കുറച്ച് സമയമൊക്കെ ചെലവാവും. ആരേ പറയുന്നേ? മാണിക്കുഞ്ഞ് കളിയാക്കാറുള്ളതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പണ്ടത്തെ സ്വഭാവം വെച്ചിട്ട് കളിയാക്കിയതാ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പൊ നവീൻ ഒരുപാട് മാറിയിട്ടുണ്ട്. നവീനെ താൻ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ വെള്ളിക്കുലിസിന്റെ കാര്യം, അത് തിരഞ്ഞെടുത്തതിലെ എളിമ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ അത് ചില നേരത്തെ ഉള്ളൂ. ചില നേരത്ത് പണത്തിന്റെ ഹുങ്ക് കാണിക്കാൻ ഒരു ശ്രമമൊക്കെ ഉണ്ട്, ഉള്ളതല്ലേ. ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ പറയുന്ന പോലെ അടക്കമുള്ള, ഒതുക്കമുള്ള, എളിമയുള്ള ഗാഥയാണ്. എനിക്ക് ഇയാളെ തന്നെയാണ് വേണ്ടത്. കേട്ടല്ലോ? എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. വാ. ഗാഥ, സുഖാണോ? അയ്യോ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. അതെ,
ഇപ്പൊ എന്നോട് ഉടക്കാൻ നിക്കണ്ട. ഞാൻ വന്നിരിക്കുന്നത് ഗാഥയോട് നല്ലൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? പെൺകുട്ടികളോട് പറയാനുള്ള ഏറ്റവും നല്ല കാര്യം അവരുടെ കല്യാണക്കാര്യമല്ലേ. നമ്മള് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട പയ്യനില്ലേ ആനന്ദ്, ഇവിടെ വന്ന് വിവാഹാലോചന നടത്തിയത് ഞാൻ അറിഞ്ഞു. നമുക്ക് അതങ്ങ് നടത്തിയാലോ? എന്ത്? അല്ല, അനിയൻ സാറിനും നല്ലോണം അറിയുന്ന കുടുംബം. ആളും സ്മാർട്ടാണ്, കാനഡക്കാരൻ, ബിസിനസ്സുകാരൻ. സിതാര മാഡത്തിനോട് പറഞ്ഞാലും എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഇവള് പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരുത്തനെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അനിയൻ സാറ് പറഞ്ഞേൽപ്പിച്ചു. ഹാ, അത് നിങ്ങൾക്കൊരു സൗകര്യായി അല്ലേ? രണ്ടുപേരുടെ അടവെനിക്ക് മനസ്സിലായി. നിനക്കൊന്നും നാണമില്ലേടി? എനിക്കൊരു ഭർത്താവുണ്ട്, നവീൻ. കിട്ടിയ അവസരം മുതലാക്കി നവീനെ കൃഷ്ണനെ ഒന്നിച്ച് ചേർക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലേ അത് നടക്കില്ല. കൃഷ്ണയും നവീനെ എന്തിനാ ഒന്നിച്ചു ചേർക്കുന്നേ? അവരൊന്നായതല്ലേ. നവീൻ താലി കെട്ടിയത് കൃഷ്ണയുടെ കഴുത്തിലല്ലേ. അവരൊന്നിച്ച് ഒരു മുറിയില് ആദ്യരാത്രി ആഘോഷിച്ചെന്ന് നീ തന്നെയല്ലേ പറഞ്ഞ്. ഇപ്പോഴും കൃഷ്ണ ജീവിക്കുന്നത് നവീന്റെ കൂടെയല്ലേ. എന്നിട്ട് നവീനെ പിടിച്ചെടുക്കാൻ നീ ശ്രമിക്കുന്നത് എന്തിനാ? അപ്പൊ ആർക്കാടി നാണമില്ലാത്ത? നിനക്ക് നിന്റെ മമ്മിക്കുമല്ലേ. അവരെ ദൈവം കൂട്ടിച്ചേർത്തതാ, നവീനെയും കൃഷ്ണയും. അതില്ലാതാക്കാൻ നോക്കി ജീവിതം നശിപ്പിക്കണ്ട. ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ ഇപ്പൊ വന്ന് ഈ ആലോചനയ്ക്ക് അങ്ങ് സമ്മതിച്ചോ. നിന്റെ മമ്മി എതിർത്താ പോലും അനിയൻ സാർ ഇത് നടത്തി തരും. അല്ലാതെ നവീനെയും കൃഷ്ണയും വേർപെടുത്താൻ ഈ ജന്മത്തില് നിനക്ക് പറ്റില്ല. നവീനെ നിനക്ക് കിട്ടില്ല. എന്താണ് നീ കാണിച്ചത്? അമ്മേ, അമ്മേ, അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അമ്മേ, അമ്മ കണ്ണു തുറക്കമ്മേ. ഓ അയ്യോ അമ്മേ, അമ്മ ഒന്ന് കണ്ണു തുറക്കമ്മേ. ഒന്നും മിണ്ടുന്നില്ലല്ലോ അമ്മേ. അമ്മ എഴുന്നേക്കമ്മേ. അമ്മേ, ആര്യ നീ ഇപ്പൊ മുറിവേൽപ്പിച്ചെന്നറിയോ? വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഒട്ടും മനസ്സലിയുന്നില്ലടി നിനക്ക്. എനിക്ക് അവരെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ട് പേടിച്ചപ്പോഴേ നീ വട്ടം ചുറ്റി പിടിച്ചത് നിന്റെ മമ്മിയെ അല്ല, ഈ പാവ സ്ത്രീയാ. സ്വന്തം മകളെ എന്ന പോലെ അവര് നിന്നെ പരിചരിച്ചു. നിന്റെ കൂടെ കിടന്ന് നിന്നെ ഉറക്കി.